നമസ്കാരമുണ്ട്. അപ്പം നമ്മളിന്ന് പോകുന്നതേ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയാണ്. മണ്ണാർക്കാടിനടുത്ത് വട്ടമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഒരു പ്രത്യേക കമ്പനിയിലേക്കാണ് ഞങ്ങളിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ടാവും. നിങ്ങളിതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ടി ഏജൻസീസ് വട്ടമ്പലത്ത് വഴി പാസ് ചെയ്തപ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സിമൻറ്റും വേണ്ട, മണലും വേണ്ട, വീട് പണിക്ക് തേക്കാൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ തിരക്കിയാണ് ഞാൻ ആ ഓഫീസിലേക്ക് കയറി ചെന്നത്. അപ്പോൾ അവിടുത്തെ പാർട്ട്ണർ കൃഷ്ണദാസ് നമുക്കിതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരികയുണ്ടായി. ഒന്ന് കണ്ടിട്ട് വരാം. പക്ഷേ അതിനെപ്പറ്റി ഒന്ന് പറയും, നിങ്ങളെ പുതിയ പ്രോഡക്റ്റിനെ പറ്റിയിട്ടൊന്ന്. നമ്മളിപ്പോൾ പുതിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുന്ന ജിപ്സം പ്ലാസ്റ്ററിങ്. അതായത് സിമെൻറ്റും മണലും വേണ്ട, പിന്നെ നമുക്ക് പുട്ടി ഫിനിഷിങ്ങിൽ എല്ലാ ചുമരും ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് നനയ്ക്കണ്ട, വൈറ്റ് സിമെൻറ്റ് അടയ്ക്കണ്ട, ഡെയിലി നമുക്ക് ഇത് നനച്ച് കൊടുക്കണ്ട. അതാണ് പിന്നെ ഒരു ഇത് വരുന്നത്. പിന്നെ വർക്കിൻ്റെ സ്പീഡ്, ഒരു 6000 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കതൊരു 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് ഫിനിഷിങ് ആക്കാം. പിന്നെ നമുക്ക് ഡയറക്റ്റ് വരുന്നത് പിന്നെ നിലമ്പണി കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു. അപ്പോൾ കാലതാമസം ഇല്ലാതെ നമ്മൾ പിന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞ ഒരു വർക്കാണ്. പിന്നെ ഉള്ളത് നമ്മൾ AC ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുമരുകൾ കെട്ടാൻ ഉപയോഗിക്കുന്ന ബ്ലോക്കുകളാണ്. അത് നമ്മുടെ കല്ലിൻ്റെ ഡബിൾ വലിപ്പം ഉണ്ടായിരിക്കും, പിന്നെ കല്ലിൻ്റെ സൈസും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതിപ്പോൾ ഈ സാധനം ശരിക്കും ഒരു ഹോളോ ബ്രിക്സ് പോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇതിനിപ്പോൾ സിമെൻറ്റോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇത് കെട്ടണമെങ്കിൽ നമുക്ക് സിമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഗമ്മുണ്ട്, ആ ഗമ്മിട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് ഒരു 80 കല്ല് വെക്കണമെങ്കിൽ നമുക്ക് ഒരു ചാക്ക് ഗമ്മേ വരുള്ളൂ. അതിൽ നമുക്ക് നമ്മുടെ ടൈൽ ഒട്ടിക്കുന്ന മാതിരിയാണ് ഈ പിന്നെ പ്രൊഡക്റ്റ് നമ്മൾ പണിയേണ്ടത്. പിന്നെ ഇത് എത്ര വർഷമായിട്ട് അപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്? എത്ര പാർട്ട്ണർമാരെ? നിങ്ങൾ മാത്രമാണോ അതോ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞങ്ങൾ 2 പേരുണ്ട്. എൻ്റെ സുഹൃത്തുണ്ട്. അവരിപ്പോൾ വരാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ഇരിക്കുകയാണ് വീട്ടിൽ, കൊറോണയും കാര്യമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് എത്ര കാലമായിട്ടുണ്ട് ഈ സ്ഥാപനം ഇവിടെ? സ്ഥാപനം ഇപ്പോൾ ഞങ്ങളൊരു 2 വർഷമായിട്ടുണ്ട്. കഴിഞ്ഞ കൊറോണയുടെ മുന്നേ തുടങ്ങിയതാണ്. പിന്നെ കൊറോണയൊക്കെ ആയിട്ട് കുറേ അടവ് എല്ലാവർക്കും സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചു. എങ്കിലും ഞങ്ങൾക്ക് പിന്നെ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു പീസിന് എന്ത് റേറ്റ് വരുന്നുണ്ട് ശരിക്കും? ഇത് നമുക്ക് 3 തരത്തിലാണ് ഈ കട്ട വരുന്നത്. 4 ഇഞ്ച് വരുന്നുണ്ട്, 6 ഇഞ്ച് വരുന്നുണ്ട്, 8 ഇഞ്ച് വരുന്നുണ്ട്. 3 ടൈപ്പിൽ വരുന്നുണ്ട് അല്ലേ? അതിൽ നമുക്ക് 4 ഇഞ്ച് വരുന്ന കട്ടയ്ക്ക് നമ്മൾ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതേമാതിരി 6 ഇഞ്ചിൽ വരുമ്പോൾ നമുക്കത് 100 രൂപ വരും. 8 ഇഞ്ചിലാകുമ്പോൾ 120 രൂപ വരും. അങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എങ്ങനെ ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടോ? എത്തിച്ചു കൊടുക്കുമോ അതോ? ഓർഡർ ഇപ്പം നമ്മൾ ഒരു ലോഡൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ സൈറ്റിൽ കൊണ്ടുപോയി, അതായത് നമ്മൾ വലിയ ഇതിലാണ് വരിക. അപ്പോൾ അത് നമ്മൾ വണ്ടി ചെല്ലാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുക, അല്ലെങ്കിൽ അവരെ ഇറക്കി കയറ്റേണ്ടി വരും. നമ്മുടെ വലിയ വണ്ടി ടോറസൊക്കെ എത്തുന്ന അതുവരെ ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോകുള്ളൂ. എന്ന് വെച്ചാൽ ചെറിയ വഴിക്കൊന്നും നമുക്ക് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് വരുന്ന ടിപ്പറിൻ്റെ എക്സ്പെൻസൊക്കെ വീട്ടുകാരറിയേണ്ടി വരും. അത് നമ്മൾ ടോറസ് പോകുന്നത് വരെ നമ്മൾ എത്തിച്ചു കൊടുക്കും, എല്ലാ സംവിധാനങ്ങളും ചെയ്യില്ലേ? പിന്നെ ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും വേണം? ഇതിപ്പോൾ സാധാരണ ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നീഷ്യൻ ചെയ്യാൻ അവിടെ നല്ല പ്രവൃത്തി പരിചയമുള്ള കെട്ടുകാരോട് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാരെ ഞങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്തൊക്കെ കൊടുക്കും, ട്രെയിനിങ് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യത്തിൽ അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ഫുൾ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇതെങ്ങനെ ചെയ്യേണ്ട രീതികളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഇതിന്റെ ആ ഒരു 3 സൈസുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചൂടെ? കാണിക്കാലോ.
ഇതാണ് അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ്. ഞാൻ ജസ്റ്റ് കാണിച്ചത് മാത്രം. 3 വേഗത്തിലാണുള്ളത്. 4 ഇഞ്ച്, 6 ഇഞ്ച്, 8 ഇഞ്ച്. ഇതൊക്കെ നോക്കൂ എത്ര ഈസി ആയിട്ടാണ് അതാക്കുന്നത്. അപ്പോൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെടാൻ മറക്കണ്ട. ISO മുദ്രയുള്ള കട്ടകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. 6 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും കട്ടകൾ എടുത്തുയർത്തുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. വളരെ അനായാസമായിട്ട് നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അധികം ആരോഗ്യമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വീട് വയ്ക്കുന്ന ആൾക്കാർക്ക്, സെക്കൻഡ് ഫ്ലോറിൻ്റെ പണികളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് എടുത്തു കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപയോഗം. അതുപോലെ തന്നെ ഇത് വെള്ളം വലിച്ചെടുക്കാത്ത ഒരു മെറ്റീരിയലാണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, കട്ടകളൊക്കെ വെള്ളം വലിച്ചെടുക്കുന്നവയാണ്. അതുകൊണ്ടാണ് നമുക്ക് ലീക്കേജ് എല്ലാം ഉണ്ടാകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നമ്മൾ മുക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ പൊങ്ങി മാത്രമേ കിടക്കുള്ളൂ, വെള്ളത്തിൽ മുങ്ങുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലീക്കേജിൻ്റെ കാര്യത്തിലും നമുക്ക് ഒരു സംശയവും വേണ്ട. വെള്ളം വലിച്ചെടുക്കാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ വീട് പണിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കെല്ലാം എത്തിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മളിവിടുത്തെ യാത്ര അവസാനിച്ചു.